ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് AC ഇട്ടിട്ട് കുട്ടികളെ കിടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മിക്ക പാരൻസിനും ഡിസ്ചാർജൊക്കെ ചെയ്ത് പോകുന്ന ടൈമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വീട്ടിൽ പോയിട്ട് AC ഓൺ ചെയ്ത് കിടത്താവോ, കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ എന്ന കാര്യങ്ങൾ. സോ നമ്മൾ AC യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷേ AC യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഒരു കാരണവശാലും നമ്മൾ കുഞ്ഞുങ്ങളെ ACയുടെ തൊട്ട് താഴെ കിടത്താനായിട്ട് പാടില്ല. പ്രത്യേകിച്ച് പ്രീ ടേം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവർക്ക് എത്രമാത്രം ചൂട് കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം നല്ലതാണ്. സോ നമ്മൾ പ്രീ ടേമിനൊക്കെ കിടത്തുവാണെങ്കിൽ അത്രത്തോളം കവർ ചെയ്ത്, സ്വാഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, അത്രയ്ക്ക് നല്ല സ്വാഡ്ലിംഗ് ചെയ്തിട്ട് വേണം കുഞ്ഞുങ്ങളെ കിടത്താനും. ഒരു കാരണവശാലും ഇപ്പം പ്രീ ടേം അല്ല, നോർമൽ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നമ്മൾ ACയുടെ തൊട്ട് താഴെ കുഞ്ഞുങ്ങളെ കിടത്തരുത്. നെക്സ്റ്റ് പറയുന്നത് ടെമ്പറേച്ചർ ഒരു 25-26 ഡിഗ്രി ടെമ്പറേച്ചറിലായിരിക്കണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും AC ഉണ്ടെങ്കിൽ. മൂന്നാമത് പറയുന്ന കാര്യം, ഈ AC നമ്മൾ വീക്ക്ലി വൺസ് എങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ്. അതായത് ACയുടെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ വീക്ക്ലി വൺസ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. നാലാമത്തത്, ചില വീടുകളിൽ റൂം സ്പേസ് വളരെ കുറവായിരിക്കും. സോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ACയുടെ സ്വിംഗ് മോഡ് നമ്മൾ ഓഫ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. ആ സ്വിംഗ് മോഡ് ഇടരുത് എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം പറയുന്നത്, നമ്മൾ AC യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഫാൻ ഇടാനായിട്ട് പാടില്ല. കാരണം ഇതിൻ്റെ റൂം ടെമ്പറേച്ചർ, അതായത് റൂം ടെമ്പറേച്ചറിൽ വേരിയേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നമ്മൾ AC യൂസ് ചെയ്യുവാണെങ്കിൽ ഒന്നുകിൽ AC അത് മാത്രം ഇടുക, ACയും ഫാനും കൂടെ നമ്മൾ ഇടാനായിട്ട് പാടില്ല. മാത്രമല്ല ഈ 1 വയസ്സ് 2 വയസ്സ് അങ്ങനത്തെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ACയുടെ കിടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുക, സ്വെറ്റർ പോലത്തുള്ള ഡ്രസ്സ് ഇടിയിക്കുക. ഈ പറഞ്ഞ പോലെ ന്യൂ ബോൺസ് ആണെങ്കിലും അവരെ നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് വേണം നമ്മൾ കിടത്താനായിട്ട്. മാത്രമല്ല ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞിന് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടോ, അല്ലെങ്കിൽ കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എണീക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഫ്രീക്വൻസി, ഒരു ഫീഡിങ് ടൈം ഒക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ഫ്രീക്വൻസി ഫീഡിങ് ടൈമിന് ഉള്ളിൽ കുഞ്ഞ് എണീക്കുന്നുണ്ടോ, കുഞ്ഞിന് എന്തെങ്കിലും റെസ്പിറേഷൻ പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള കുഞ്ഞാണോ, ജനിക്കുമ്പോഴറിയാം നമുക്ക് കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള. അങ്ങനത്തെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിവതും AC ഓണാക്കി തന്നെ ഇട്ട് കിടക്കാൻ ശ്രമിക്കാതിരിക്കുക. മാത്രമല്ല അത്രയ്ക്ക് നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് റൂം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് AC ഓണാക്കി വെക്കുക. അപ്പോൾ ആ ഒരു റൂം ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം AC ഓഫ് ചെയ്തിട്ട് ആ ഒരു ടെമ്പറേച്ചർ മോഡിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കിടത്താവുന്നതാണ്. അപ്പോൾ വളരെ 1-2 കാര്യങ്ങളാണ് ഞാൻ AC വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിനെ പറ്റി പറഞ്ഞത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.